വിശദമായ വാർത്തകളിലേക്കാണ്. ആശമാരുടെ സമരത്തിന് മുന്നിൽ വഴങ്ങി സർക്കാർ. ആശമാരുടെ ഓണറേറിയത്തിനുള്ള മാനദണ്ഡങ്ങൾ പിൻവലിച്ച് ഉത്തരവിറക്കി. ഓണറേറിയത്തിനുള്ള 10 മാനദണ്ഡങ്ങൾ ഒഴിവാക്കിയാണ് ഉത്തരവ്. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, 36ാം ദിവസത്തിൽ ആശമാരുടെ സമരം കടുത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ സർക്കാർ വഴങ്ങിയിരിക്കുന്നത്. ആശമാരുടെ മുന്നിൽ സർക്കാർ വഴങ്ങി. ഒപ്പം തന്നെ ഈ ഓണറേറിയത്തിനുള്ള 10 മാനദണ്ഡങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവാണ് നിലവിൽ ഇറക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? വൃദ്ധ 36ാം ദിവസമാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം ആശാവർക്കർമാർ നടത്തി വരുന്നത്. ഈ ദിവസം വലിയൊരു പ്രതിഷേധം സെക്രട്ടേറിയറ്റ് നടയിൽ തന്നെ അത്രത്തോളം വലിയൊരു പ്രതിഷേധം ഒരുക്കിയാണ് ആശാവർക്കർമാർ ഇതിനെ മൊത്തത്തിൽ അവരുടെ പ്രശ്നം അറിയിച്ചത്. ഏകദേശം 10,000 പേരാണ് ഇവിടെ പ്രതിഷേധവുമായി രംഗത്തുള്ളത്. അത്രത്തോളം വലിയ പ്രതിഷേധം സാധാരണഗതിയിൽ രാഷ്ട്രീയം പോലും ഇല്ലാത്ത ഘട്ടത്തിലും ഇത്രയോളം വലിയൊരു പ്രതിഷേധം സംഘടിപ്പിച്ചപ്പോൾ തന്നെ വലിയ പിന്തുണ ലഭിച്ചു. അല്ലെങ്കിൽ ആശാവർക്കർമാർ ഒന്നടങ്കം ഒന്നിച്ചു നിന്നു എന്നുള്ളതാണ്. അതിനിടയിലാണ് സർക്കാരിന്റെ ഒരു ഉത്തരവ് പുറത്തു വരുന്നത്. അതായത് 12ാം തീയതി വന്ന ഉത്തരവായാണ് കാണുന്നത്. ആ ഉത്തരവ് ഇപ്പോൾ പുറത്തു വരികയാണ്. 10 മാനദണ്ഡങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ആശാ വർക്കർമാർക്ക് ഇപ്പോൾ ഓണറേറിയം നൽകുന്ന കാര്യം, അതായത് പ്രധാനമായും 10 മാനദണ്ഡങ്ങളാണ് പറഞ്ഞിരുന്നത്. അതൊക്കെ ഇപ്പോൾ ഒഴിവാക്കിക്കൊണ്ടാണ്, അതായത് സാധാരണഗതിയിൽ 7,000 രൂപയാണ് ഓണറേറിയം, അതിനി മാനദണ്ഡങ്ങൾക്ക് വിധേയമാകാതെ നൽകും എന്നുള്ള കാര്യത്തിലാണ് തീരുമാനമായിരിക്കുന്നത്. അത്തരത്തിലുള്ള ഉത്തരവാണ്. അത് വലിയ സന്തോഷമായാണ് ആശാ വർക്കർമാർ കാണുന്നത്. അതായത് ഓരോ മാനദണ്ഡങ്ങളും പാലിച്ച് വളരെ ബുദ്ധിമുട്ടിയാണ് ലഭിച്ചുകൊണ്ടിരുന്ന ഓണറേറിയം നേടിയെടുത്തത്. എന്നാൽ അത് പിന്നീട് ഇപ്പോൾ മാനദണ്ഡങ്ങൾ ഒഴിവാക്കിയിരിക്കുകയാണ്. അതായത് അത് ഏറെക്കുറെ ആശമാരുടെ പ്രവർത്തന മേഖലയിൽ തുടർച്ചയായ 50 വീട് സന്ദർശനം നടത്തി ആവശ്യമായ സേവനം നൽകുക, പ്രവർത്തന മേഖലയിൽ 50 മുൻഗണന വീട് സന്ദർശനം നടത്തി സേവനം നൽകുന്ന കാര്യം, വീടുകളിൽ എണ്ണം 100-ൽ താഴെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവിടെയൊക്കെ ഇൻസെന്റീവ് നൽകുന്ന, അങ്ങനെ നിരവധി മാനദണ്ഡങ്ങളാണ്. അതുപോലെ തന്നെ സിറിഞ്ച് അടക്കം കൈമാറുന്നതും ഇഞ്ചക്ഷൻ എടുക്കുന്നതും, അങ്ങനെ പല കൂടുതൽ അപ്ഡേറ്റുകൾ നൽകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാനദണ്ഡമായി വന്നിരുന്നു. അങ്ങനെ നിരവധി മാനദണ്ഡങ്ങളിൽ ഈ 10 മാനദണ്ഡങ്ങൾ ഒഴിവാക്കിയിരിക്കുകയാണ്. അടിച്ചേൽപ്പിക്കുന്ന മാനദണ്ഡം എന്ന ആശാവർക്കർമാർ പറയുന്നു. അതെല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് ഇപ്പോൾ പുതിയ ഉത്തരവ് വന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ ഇനി അവരുടെ ജോലി ഭാരത്തിന് ചെറിയ മാറ്റമുണ്ടാകുമെന്നുള്ളതാണ്. ഏതായാലും ഇതിന്റെ വിജയം എന്ന് തന്നെയാണ് ആശമാർ കണക്കാക്കുന്നത്. അതോടൊപ്പം തന്നെ പോലീസ് കേസെടുക്കുകയും ഒക്കെ പല ഘട്ടത്തിലൂടെ കടന്നുപോയി ഭീഷണികൾ നേരിട്ട്, ഇടങ്ങൾ എന്നിവരെ വിളിച്ച് അപമാനം നേരിട്ട് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളെല്ലാം നേരിട്ട് വളരെ കഷ്ടപ്പെട്ട് കുടുംബം വിട്ടുവരെ ഇവിടെ വന്നിരുന്ന ആശമാർക്ക് ആശ്വാസകരമായ വാർത്ത എന്ന് മാത്രമാണ് പറയാൻ സാധിക്കുന്നത്. എന്നാൽ അവരുടെ ആവശ്യമെന്ന് പറയുന്നത് ഓണറേറിയം വർദ്ധിപ്പിക്കുക, അതോടൊപ്പം പെൻഷൻ ആനുകൂല്യങ്ങൾ ഉയർത്തുക എന്നടക്കമുള്ള കാര്യങ്ങൾ. അതിൽ ഒരു തീരുമാനം എന്തായാലും ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് സമരം ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഇനി കണ്ടറിയാം. ഏതായാലും നിലവിൽ 10 മാനദണ്ഡങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. തീർച്ചയായും ഒരു താൽക്കാലിക ആശ്വാസത്തിലേക്കാണ് ഈ ആശമാരുടെ ഒരു സമരം വഴിവെച്ചത്. അതോടൊപ്പം തന്നെ ഈ സംസ്ഥാനം സ്ത്രീ സുരക്ഷയ്ക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. എന്നിട്ട് 36 ദിവസം ഈ ഒരു സ്ത്രീകൾ ആശാ വർക്കർമാർ തെരുവിൽ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ ഏറ്റവും ഒടുവിലാണ് ഈ മഹാസംഗമം, ഒപ്പം തന്നെ നിരവധിയായിട്ടുള്ള ഘട്ടം ഘട്ടമായിട്ടുള്ള ഇവരുടെ സമര പ്രവർത്തനങ്ങൾ, ഈ പൊങ്കാല ദിവസം പ്രതിഷേധ പൊങ്കാല അടക്കം സർക്കാരിന്റെ മനസ്സലിഞ്ഞ് ഇവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും പ്രത്യക്ഷ സമരങ്ങളെല്ലാം തന്നെ എത്തിയിരിക്കുമ്പോൾ ഇവരെ നിയന്ത്രിക്കാൻ വേണ്ടി 700-ൽ പരം പോലീസുകാരെ അടക്കം ഇവിടെ വിന്യസിപ്പിച്ചു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കാരണം ഇത്തരത്തിൽ സമാധാനപരമായിട്ടുള്ള ഒരു സമര പ്രക്രിയയുമായിട്ടാണ് ഈ ആശമാർ നടന്നിരുന്നത്. എന്നാൽ ഇവരെ നിയന്ത്രിക്കുന്നതിനായി 700-ഓളത്തിലധികം പോലീസുകാരെ വിന്യസിക്കുന്ന ഒരു കാഴ്ചയിലേക്ക് അടക്കം എത്തി അവസാനം, അല്ലേ? വൃന്ദ, ഏതായാലും വലിയ പ്രതിഷേധമാണ് സംഘടിപ്പിക്കുന്നത്. അത് നേരത്തെ മുൻകൂട്ടി തന്നെ അത് അറിയിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തുക എന്നുള്ളത് സ്വാഭാവിക നടപടിയാണ്. എന്നാൽ അതിലുപരി കൂടുതൽ പോലീസിനെ വിന്യസിച്ചു. ആശമാർ സെക്രട്ടേറിയറ്റ് വളയുമെന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു പലയിടത്തും പോലീസ് തമ്പടിച്ചിരുന്നത്. ഏതായാലും സെക്രട്ടേറിയറ്റ് മുന്നിലെല്ലാം ശക്തമായ പ്രതിഷേധം ഒരുക്കി കൂടുതൽ ആശമാരുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. പലയിടത്തും പരിശീലന പരിപാടി സർക്കാർ ഏർപ്പെടുത്തിയിരുന്നു. അതിനൊക്കെ പോവാത്തവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നൊക്കെ അറിയിച്ചിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ പോലും അതിനെല്ലാം
മറികടന്നാണ് ആശമാരെന്ന് പ്രതിഷേധത്തിന് എത്തിയത്. വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു മറ്റ് സംഘടനകളുടെ, അതായത് BJPയുടെ പിന്തുണ, അതോടൊപ്പം കോൺഗ്രസിന്റെ ഒക്കെ പിന്തുണ ഉണ്ടായിരുന്നു. എന്നാൽ അതിനെല്ലാം മറികടന്ന് സർക്കാരിന്റെ ഉത്തരവ് വലിയ ആശ്വാസകരമായി മാറിയിരിക്കുകയാണ്. വലിയ പ്രതിഷേധവുമായി കുറേ ദിവസങ്ങൾ കാത്തിരുന്നതാണ്. ഏതായാലും രണ്ടാം ഘട്ട പ്രതിഷേധത്തിലേക്കാണ് കടന്നത്. ആദ്യഘട്ടത്തിലെല്ലാം സർക്കാരിനോട് കാര്യങ്ങൾ ചോദിച്ചു അനുനയ നീക്കത്തിനുള്ള ശ്രമം നടത്തി, അതൊക്കെയായിരുന്നു. എന്നാൽ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് വളയുന്ന ഒരു സമരം, ഇതിനപ്പുറത്തേക്ക് ഇനിയും സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെ ആശമാർ ഇന്ന് രാവിലെ കൂടി തന്നെ പ്രതികരിച്ചിരുന്നത്. അതുകൊണ്ട് ഈ പ്രതിഷേധം ശക്തമായി അരങ്ങേറിയപ്പോൾ തന്നെ സർക്കാർ ഇതിനൊരു അയവ് കൊടുത്തിരിക്കുകയാണ്. അതായത് 10 മാനദണ്ഡങ്ങൾ മാറ്റിവെക്കുക, അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഓണറേറി നൽകുന്നതിലെ മാനദണ്ഡങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നു. ഇനി അവർക്ക് ഓണറേറി ലഭിക്കുന്നത് വലിയ ബുദ്ധിമുട്ടും, പക്ഷേ അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഇതുവരെയും അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം. പക്ഷേ നിലവിൽ ഇവരെ സമരത്തിൽ ഒരു ആയിട്ടുണ്ട്. കുടിശ്ശിക തുക പലർക്കും ലഭിച്ചിട്ടുണ്ട്. ഇനി ഉടൻ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയും നിലനിൽക്കുന്നുണ്ട്. വിഷ്ണു, ഒപ്പം തന്നെ ഈ ഒരു സമരം ആരംഭിച്ചത് മുതൽ തന്നെ പ്രതിപക്ഷ നേതാക്കളെല്ലാം തന്നെ വലിയ രീതിയിൽ ഒരു പിന്തുണയുമായി ആശാ വർക്കർമാർക്കൊപ്പം എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോഴും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിൽ പരസ്പരം പഴിചാരുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണോ ഉള്ളത്? തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് മേൽ ഇത് അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ളൊരു പ്രതികരണങ്ങൾ തന്നെയാണ് ഇപ്പോഴും വരുന്നത്. സംസ്ഥാന സർക്കാരിന് ആശമാർക്ക് ഓർഡറേറി നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ താല്പര്യമുണ്ട്, എന്നാൽ ആശമാർക്കൊപ്പം നിൽക്കാനാകുന്നില്ല എന്നുള്ളൊരു മറുപടി തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്നാൽ അതിനപ്പുറത്തേക്ക് ഈ കാര്യം സംസ്ഥാന സർക്കാരിനെ കൂടി പരിഗണിക്കേണ്ടതാണ്, അല്ലാതെ കേന്ദ്രത്തിന്റെ മാത്രം തലയിലേക്ക് പഴിചാരേണ്ടതല്ല. കിട്ടേണ്ട തുകയെല്ലാം സർക്കാർ പറയുന്നത് കൃത്യമല്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷവും BJPയും ഒക്കെ പറയുന്നത്. ഏതായാലും ശക്തമായ പ്രതിഷേധത്തിന് പിന്തുണ ലഭിക്കുന്നത് കൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി നേരിടുന്ന ഘട്ടമാണ്. ആശമാർ ഒട്ടും പിന്തിരിയില്ല എന്നുള്ളത് ഇന്നത്തെ പ്രതിഷേധത്തോടെ വളരെ വ്യക്തമാണ്. അതായത് രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ ശക്തമായ പ്രതിഷേധം, കൂടുതൽ ആളുകളെ ഒന്നിച്ചു നിർത്താൻ സാധിച്ചു. പല കുടുക്കുകൾ വീഞ്ഞു, പലരെയും വരാതിരിക്കാനുള്ള ഒരു സമ്മർദ്ദം ചെലുത്തി. എന്നിട്ട് പോലും ആശമാർ ഇവിടെ എത്തി. ഇങ്ങനെയാണെങ്കിൽ പോലും ഇത്രയും പേരെത്തിയാൽ ഇനിയും വീണ്ടും സമരം മുന്നോട്ട് പോയാൽ വലിയ പ്രത്യാഘാതങ്ങൾക്ക് വഴിയൊരുക്കും എന്നുള്ള ഒരു കണക്കുകൂട്ടലിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് വിഷ്ണു, ഒപ്പം തന്നെ ഈ ആശമാരുടെ ഓണറേറിയത്തിലുള്ള മാനദണ്ഡങ്ങളാണ് നിലവിൽ പിൻവലിച്ചിരിക്കുന്നത്. വ്യത്യസ്തങ്ങളായ നിരവധി ആവശ്യങ്ങൾ ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൽ ഒരാവശ്യം മാത്രമാണ് നിലവിൽ ഇപ്പോൾ ഈ സർക്കാർ അംഗീകരിച്ചിരിക്കുന്നത്. മറ്റാവശ്യങ്ങളും ഇവർ ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു സമരത്തിന്റെ വിജയം എന്നാണ് ഇവർ തീർച്ചയായും പ്രതീക്ഷിക്കുന്നത്. ഇവരുടെ പ്രതികരണങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ഈ ആശാപ്രവർത്തകരുടെ പ്രതികരണം ലഭിച്ചിട്ടുണ്ടോ? ഒപ്പം തന്നെ ഈ ഒരു വിഷയത്തിൽ മറ്റ് അധികാരികൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? അതിനുള്ള പ്രതികരണം തന്നെയാണ് ഒപ്പം മുമ്പെല്ലാം നൽകിയത്. പ്രതിഷേധം ശക്തമായി വിവരിച്ചു എന്നുള്ളത് ആദ്യഘട്ടം എന്നുള്ള മാത്രമാണ് നടക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ട ഈ കാര്യം 10 മാനദണ്ഡത്തെ എടുത്തു കളഞ്ഞു എന്നതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ആശുമാർക്ക് ഇനിയുമുണ്ട് ആനുകൂല്യങ്ങൾ ലഭിക്കേണ്ടത്. പെൻഷൻ തുകയായി 5 ലക്ഷം രൂപ ആദ്യഘട്ടത്തിൽ നൽകണം. അതോടൊപ്പം തന്നെ ആശുമാർക്ക് ആനുകൂല്യങ്ങൾ നൽകുക. നിരവധി ആവശ്യങ്ങൾ, ഇതുപോലെയുള്ള ക്രമപരിധിയുമായി ബന്ധപ്പെട്ട ഇങ്ങനെ നിരവധി ആവശ്യങ്ങളുണ്ട്. ഇതൊന്നും പൂർണ്ണമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് ഉന്നയിച്ച് ഇനി പ്രതിഷേധം തുടരാനുള്ള സാധ്യതയും നൽകിയിട്ടുണ്ട്. ഏതായാലും അല്പം മുമ്പ് തന്നെ സർക്കാർ അയവ് വരുത്തി ആവശ്യമാരുടെ പ്രതിഷേധം വിജയിക്കുന്നുള്ള രീതിയിൽ തന്നെയാണ് പ്രതികരണങ്ങൾ വന്നിരിക്കുന്നത്. ആശമാരുടെ സമരത്തിന് മുന്നിൽ വഴങ്ങി സർക്കാർ ആശമാരുടെ ഓണറേറിയത്തിനുള്ള മാനദണ്ഡങ്ങൾ പിൻവലിച്ച് ഉത്തരവിറക്കി. ഓണറേറിയത്തിനുള്ള 10 മാനദണ്ഡങ്ങളാണ് ഒഴിവാക്കി ഉത്തരവിറക്കിയിരിക്കുന്നത്. നിരവധി ആശാ പ്രവർത്തകരാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തിയത്. സമരത്തിന് മുന്നിൽ ഏറ്റവും ഒടുവിൽ സർക്കാർ വഴങ്ങി. ഇതവരുടെ വിജയം എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വിഷ്ണു കരുണാകരൻ.